തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ദുർബലമാക്കി എൽ നിനോ പ്രതിഭാസം. നിലവിൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മൺസൂൺ മഴയുടെ ശക്തി കുറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മഴ കുറഞ്ഞതോടെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും സാധ്യത. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ദുർബലമാക്കി എൽ നിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് മൺസൂണിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജൂൺ 10 തീയതിക്ക് ശേഷം മഴ ദുർബലമായി തുടങ്ങി. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മഴയുടെ ശക്തി കുറയുന്നതായാണ് കണക്കുകൂട്ടൽ. സാധാരണ മൺസൂൺ എത്തുന്ന തീയതി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുംബൈയിലൊന്നും കാലവർഷം എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പെയ്ത ആദ്യ മഴയുടെ വേഗത നിലനിർത്താൻ ഇവിടങ്ങളിലൊന്നും സാധിച്ചിട്ടില്ല. ജൂൺ 16 ശേഷം രാജ്യവ്യാപകമായ മൺസൂൺ കമ്മി 35% മാറിയിട്ടുണ്ട്. മൺസൂൺ മാസങ്ങളിലെ ആദ്യ മാസമായ ജൂണിൽ മഴയുടെ കുറവുണ്ടാകുന്നത് പതിവ് സംഭവമല്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇത്തവണ എൽ നിനോ പ്രതിഭാസം ശക്തമായതോടെ മൺസൂൺ വലിയ തരത്തിൽ മാറുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ സ്ഥിരീകരണ കണക്കുകൾ പ്രകാരം സാധാരണയേക്കാൾ 5% കൂടുതൽ മഴ ലഭിച്ച വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ ഒഴികെ കിഴക്കൻ വടക്ക് കിഴക്കൻ ഇന്ത്യ, മധ്യ ഇന്ത്യ, തെക്കൻ ഉപദ്വീപ് എന്നിവയുൾപ്പെടെയുള്ള മറ്റെല്ലാ പ്രദേശങ്ങളും വലിയ തോതിൽ മഴ കുറഞ്ഞെന്നാണ് കണക്കുകൾ. എൽ നിനോ പ്രതിഭാസം മൺസൂണിനെ ദുർബലമാക്കിയെന്നും വിദഗ്ധർ പറയുന്നു. അതായത് 2000 മുതൽ ഇന്ത്യയിലുടനീളം എൽ നിനോ പ്രതിഭാസമുണ്ട്. എന്നാൽ ജൂണിൽ ലഭിച്ച മഴയുടെ അളവ് കണക്ക് കൂട്ടുമ്പോൾ മൺസൂണിന്റെ തുടക്കത്തിൽ മഴയ്ക്ക് കാര്യമായ ശക്തി ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. 2015 ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസമുണ്ടായിരുന്നു. എന്നാൽ മഴയാകട്ടെ സാധാരണയേക്കാൾ 14% കൂടുതൽ പെയ്തു. 2002 ജൂണിലും 2004 ജൂണിലും യഥാക്രമം സാധാരണയേക്കാൾ 2%, 1% മഴ കൂടുതലായി രേഖപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ജൂലൈയിലും അതിനുശേഷവും മാത്രമാണ് മഴക്കുറവുണ്ടായിരുന്നത്. എന്നാൽ 2009ലും 2014ലും ജൂൺ മാസത്തിൽ മഴയുടെ അളവ് കുറഞ്ഞതായാണ് പറയുന്നത്. എൽ നിനോ പ്രതിഭാസമുണ്ടായ 2023 ജൂണിൽ സാധാരണയേക്കാൾ 8% താഴെയായി മഴയുടെ അളവെന്നും പറയുന്നു. ഇങ്ങനെ മഴ കുറഞ്ഞാൽ അത് കാർഷിക മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മൺസൂൺ മഴയുടെ കുറവ് അനുഭവപ്പെടുന്ന ജില്ലകളെ തിരിച്ചറിയാൻ വിവിധ തരത്തിലുള്ള പദ്ധതികളും ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം ആവിഷ്കരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.